പെട്ടെന്നൊരു നോട്ടൊക്കെ എഴുതി വെക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ നമ്പറിലേക്ക് തന്നെ നമുക്ക് മെസ്സേജ് അയക്കുന്ന ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ. വാട്സപ്പ് ഒരു ക്വിക്ക് നോട്ട് പാഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗൂഗിൾ ക്രോം ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുക. വാട്സപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് വാട്സപ്പ് വെബിൻ്റെ പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം ചെയ്യേണ്ടത് മറ്റൊരു ടാബ് എടുത്തിട്ട് അതിൽ ഒരു ലിങ്ക് കോപ്പി ചെയ്യണം. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. അപ്പോൾ ഈ ലാസ്റ്റത്തെ ഒരു 10x കാണാം, അത് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ, എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതുപോലെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ശേഷം ഒരു പേജ് കാണാം, അതിൽ കണ്ടിന്യൂ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ നമ്പറിലേക്ക് തന്നെ ഇതുപോലെ മെസ്സേജ് അയക്കാം. ഇത് സെൻഡ് ചെയ്താൽ ഞാൻ എൻ്റെ നമ്പറിലേക്ക് തന്നെയാണ് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് നോട്ടൊക്കെ എഴുതി വെക്കണമെങ്കിൽ ഇതുപോലെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയച്ചാൽ മതി. മറ്റുള്ളവരുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ നമ്പർ തന്നെ ഇതുപോലെ എന്താവശ്യമുണ്ടെങ്കിലും മെസ്സേജ് അയക്കാം. നമ്മളിപ്പോൾ ഒരാൾക്ക് ഫോൺ വിളിച്ചിട്ട് വേറൊരാളുടെ ഫോൺ നമ്പറൊക്കെ മേടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫോൺ നമ്പർ അയാൾ പറഞ്ഞു തരുമ്പോൾ ഇതുപോലെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് തന്നെ ചൂസ് ചെയ്തിട്ട് അതിൽ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്താൽ നമുക്കൊരു ക്വിക്ക് നോട്ട് പാഡ് പോലെ വളരെ ഈസി ആയിട്ട് വാട്സപ്പ് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഇത് എൻ്റെ സ്വന്തം നമ്പർ തന്നെയാണ്. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് തരാം. എൻ്റെ സ്വന്തം നമ്പറാണിത്. ഇതിലേക്ക് തന്നെയാണ് ഞാൻ വാട്സപ്പ് ഉപയോഗിച്ചാണ്ട് മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾക്കപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നോട്ടൊക്കെ എഴുതി വെക്കണമെങ്കിൽ ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ സ്വന്തം നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഞാനിനി എൻ്റെ വാട്സപ്പ് ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കി തരാം. അപ്പോൾ നമ്മൾ മുമ്പ് ചാറ്റ് ചെയ്ത ഹിസ്റ്ററിയൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് ക്വിക്ക് നോട്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻ്റായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.